പത്തനംതിട്ട റാന്നി റീന കൊലക്കേസിലെ പ്രതി മനോജിന് ജീവപര്യന്തം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടെയാണ് വിധി. 2014 ഡിസംബർ 28-നാണ് റാന്നി സ്വദേശി റീനയെ ഭർത്താവ് മനോജ് മക്കളുടെ മുന്നിലിട്ട് കൊലപ്പെടുത്തിയത്. റീനയുടെ അമ്മയുടെയും മക്കളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതി മനോജ് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയത്. കൊലപാതകം, തടഞ്ഞുവെക്കൽ തുടങ്ങിയ കുറ്റങ്ങളും കോടതിയിൽ തെളിയിക്കപ്പെട്ടു. മക്കളുടെ മുന്നിലിട്ടാണ് റീനയെ പ്രതി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ജാക്കി ലിവറും ഇഷ്ടികയും കൊണ്ടായിരുന്നു മർദ്ദനം. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിച്ചു. പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. 1 മാസം കഠിന തടവിനും 302 പ്രകാരം ജീവപര്യന്തം കഠിന തടവിനും ശിക്ഷിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോമ്പൻസേഷനായി 2 ലക്ഷം രൂപ പ്രതി നൽകാനും ബഹുമാനയുടെ കോടതി ഉത്തരവായിട്ടുണ്ട്. അതിൽ 2 ലക്ഷം രൂപയിൽ 1 ലക്ഷം രൂപ മൂത്ത കുട്ടിക്കും 1 ലക്ഷം രൂപ ഇളയ കുട്ടിക്കും തുല്യമായി വിധിച്ചു നൽകാനും ഉത്തരവായിട്ടുണ്ട്. ഈ തുക നൽകാത്ത പക്ഷം പ്രതിയുടെ വസ്തുവിൽ നിന്നും അത് ഈടാക്കിയെടുക്കാമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഓരോ ലക്ഷം രൂപ വീതം 2 മക്കൾക്കും പ്രതി മനോജ് നൽകണം. തുക നൽകാത്ത പക്ഷം പ്രതിയുടെ സ്വത്തിൽ നിന്നും ഈടാക്കാനും കോടതി ഉത്തരവിട്ടു. 2014 ഡിസംബർ 28-ന് റീനയ്ക്ക് വന്ന ഫോൺ കോളിനെ ചൊല്ലിയുള്ള സംശയമാണ് ക്രൂരമായ മർദ്ദനത്തിനും കൊലപാതകത്തിലേക്കും നയിച്ചത്. റാന്നി CI ആയിരുന്ന രാജപ്പൻ റാവുത്തറാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 25 സാക്ഷികളെ വിസ്തരിച്ചു. 13 തൊണ്ടി മുതലും ഹാജരാക്കി. സംഭവം നടന്ന് 11 വർഷത്തിനു ശേഷമാണ് ശിക്ഷാവിധി. ന്യൂസ് 18 പത്തനംതിട്ട.